ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നോസ്റ്റിക്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ചിലെ പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ വരുന്ന വാക്കുകളായിട്ടുള്ള ഇൻ എന്നതിനെ കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസും യൂസിങ്സും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. പ്രിപ്പോസിഷനിലെ ഓൺ എന്ന വേർഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൺ എന്ന വേർഡിൻ്റെ യൂസിങ്സും അതിൻ്റെ എക്സാമ്പിൾസും നമുക്കിന്നൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഓൺ എന്ന് പറയുന്നത്? മേൽ, മുകളിൽ എന്നാണ് ഓൺ എന്നതിന് അർത്ഥം വരുന്നത്. എന്താണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ അർത്ഥം വരുന്നത്? മേൽ അല്ലെങ്കിൽ മുകളിൽ, എന്തെങ്കിലും വസ്തുവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിൻ്റെ മേൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ടേമാണ് ഓൺ എന്നതിന് അർത്ഥം വരുന്നത്. ദെൻ നമുക്ക് ഓൺ എന്നതിൻ്റെ യൂസിങ്സ് നോക്കാം. Used to denote days and dates. Used to denote days and dates. എന്താണ്? ദിവസത്തെയും തീയതിയെയും, ദിവസത്തെയും ഡേറ്റിനെയും പറയുമ്പോൾ നമ്മൾ അവിടെ ആ സെൻറ്റൻസിൽ എന്ത് ഉപയോഗിക്കും? ഓൺ എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻ എന്നത് പഠിച്ചപ്പോൾ നമ്മൾ മാസത്തെയും വർഷത്തെയും സൂചിപ്പിക്കുമ്പോൾ ഇൻ എന്നാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ഒരു സെൻറ്റൻസിൽ ദിവസത്തെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ തീയതിയെ, ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുക? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? എക്സാമ്പിൾസ് നോക്കിയേ. ഗാന്ധിജി വാസ് ബോൺ ഓൺ 2nd October 1869. ഗാന്ധിജി വാസ് ബോൺ ഓൺ 2nd October 1869. I visit library on Sunday. I visit library on Sunday. I went there on Monday. I went there on Monday. ഈ 3 എക്സാമ്പിൾസിലും നമ്മൾ എന്താണ്? സൺഡേ എന്ന ദിവസങ്ങൾ വന്നപ്പോഴും മൺഡേ എന്ന ദിവസം വന്നപ്പോഴും അതുപോലെ 2nd October 1869 എന്ന് വന്നപ്പോഴും അവിടെയൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്, അല്ലേ? ഐ വിസിറ്റ് ലൈബ്രറി ഓൺ സൺഡേ. സൺഡേ എന്ന ദിവസം വന്നപ്പോൾ അവിടെ എന്താണ്? ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ഐ വെന്റ് ദെയർ ഓൺ മൺഡേ. മൺഡേ എന്ന ദിവസം വന്നപ്പോഴും അവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ തന്നെയാണ് ഉപയോഗിച്ചത്. ഗാന്ധിജി വാസ് ബോൺ ഓൺ 2nd October 1869. ഇതിൽ മാസം വന്നിട്ടുണ്ട്, ഇയറും വന്നിട്ടുണ്ട്, അല്ലേ? ഈ മാസം ഇയറും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യാനാണ് പഠിച്ചത്? ഇൻ ആഡ് ചെയ്യാനാണ് പഠിച്ചത്, അല്ലേ? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റത്തെ ആ എക്സാമ്പിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സെക്കൻഡ് എന്ന് പറഞ്ഞ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്തത് കൊണ്ട് ഇന്നല്ല വരിക, ഓൺ എന്ന പ്രിപ്പോസിഷനാണ് വരിക. ആ എക്സാമ്പിളിൽ മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്, പക്ഷേ ഡേറ്റും കൂടിയും അവിടെ മെൻഷൻഡ് ആണ്. അതുകൊണ്ട് അവിടെ എന്താണ് ഉപയോഗിക്കുക? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? അപ്പോൾ യൂസ്ഡ് ടു ഡിനോട്ട് ഡേയ്സ് ആൻഡ് ഡേറ്റ്, ദിവസത്തെയും തീയതിയെയും കാണിക്കുമ്പോൾ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കുക. ദെൻ നെക്സ്റ്റ് നോക്കിയേ. To indicate the large vehicles, it means usually public transport. To indicate the large vehicles, it means usually public transport. പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ കുറിച്ചൊരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ, മനസ്സിലായോ? പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ ഒരു സെൻറ്റൻസിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്താണ് ഉപയോഗിക്കുക? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. അതായത് ഓൺ ദ ട്രെയിൻ, ഓൺ ദ ഫ്ലൈറ്റ്, ഓൺ ദി മെട്രോ. ഓൺ ദ ട്രെയിൻ, ഓൺ ദ ഫ്ലൈറ്റ്, ഓൺ ദി മെട്രോ. മെട്രോ, ട്രെയിൻ, ഫ്ലൈറ്റ്, ഇത് 3 എന്താണ്? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്, അല്ലേ? ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഓൺ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷിപ്പ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ആണ്. പക്ഷെ ഈ ഷിപ്പ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ലാതെ ഉപയോഗിക്കുന്നവരുമുണ്ട്, അല്ലേ? അങ്ങനെ പേഴ്സണൽ യൂസിങ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷിപ്പുകളുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആ സെൻറ്റൻസിൽ പറയുമ്പോൾ പേഴ്സണൽ യൂസിങ്ങിന് ഉപയോഗിക്കുന്ന ഷിപ്പിനെ കുറിച്ച് സെൻറ്റൻസിൽ മെൻഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഓൺ ഉപയോഗിക്കില്ല. പകരം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുന്ന ഷിപ്പാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക?
ഓൺ എന്നതാണ് ഉപയോഗിക്കുക. അപ്പം എന്താ പറഞ്ഞത്? ടു ഇൻഡിക്കേറ്റ് ദ ലാർജ് വെഹിക്കിൾസ്, ഇറ്റ് മീൻസ് യൂഷ്വലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കൂടെ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ദെൻ നെക്സ്റ്റ്, ഓൺ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ സർഫേസ് ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു പ്രതലത്തിലുള്ള വസ്തുവിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അതായത് ഇപ്പോൾ ചുമരിൽ നമ്മളൊരു ചിത്രം തൂക്കിയിട്ടിരിക്കുകയാണ്. ചുമരെന്താണ്? ഒരു പ്രതലമാണ്. അതുപോലെ ടേബിളിൽ നമ്മളൊരു പുസ്തകം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ എന്തായി? ഒരു പ്രതലമായി, അല്ലേ? അങ്ങനെ വരുന്ന ടേംസ് ഒക്കെ നമ്മളൊരു സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കിയേ. ദ ക്യാറ്റ് ഈസ് ഓൺ ദി റൂഫ്. The cat is on the roof. The books are on the table. Let's hang the picture on the wall. The cat is on the roof. The books are on the table. Let's hang the picture on the wall. എന്താണ്? പൂച്ച റൂഫിലല്ലേ? അതുപോലെ ബുക്സ് ടേബിളിലാണ്, പിക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ചുമരിൽ തൂക്കിയിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? ഒരു പ്രതലത്തെ കുറിച്ചാണ് ആ സെന്റൻസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ഉപയോഗിച്ചത്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. കൂടാതെ ഒരു എക്സാമ്പിളും കൂടിയുണ്ട്. ഷീ സാറ്റ് ഓൺ ചെയർ. ഷീ സാറ്റ് ഓൺ ചെയർ. അപ്പം നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഇപ്പം കഴിഞ്ഞ് ഇന്ന് പറഞ്ഞപ്പോഴും അവിടെ ചെയറിനെ മെൻഷൻ ചെയ്തല്ലോ എന്ന്, അല്ലേ? അപ്പോൾ നേരത്തെ ഇന്ന് ഡിസ്കസ് ചെയ്തപ്പോഴും ചെയറിൻ്റെ കൂടെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചാരിയിരിക്കുന്ന കസേരയുടെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇൻ എന്ന ടേം ഉപയോഗിക്കുക. ക്ലിയർ ആയോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചാരിയിരിക്കുന്ന കസേരയെ കുറിച്ച് പറയുമ്പോഴാണ് ഇൻ ഉപയോഗിക്കുക. അല്ലാതെ നോർമലായിട്ട് ചെയറിനെ മെൻഷൻ ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഓൺ ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു സർഫസിനെ കുറിച്ച് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ദെൻ നെക്സ്റ്റ് നോക്കിയേ. ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡിവൈസ് ആൻഡ് മെഷീൻസ്. ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡിവൈസ് ആൻഡ് മെഷീൻസ്. ഇലക്ട്രോണിക് ഡിവൈസസിന് മുമ്പിലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓൺ യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓൺ ദി ടി വി, ഓൺ ദി റേഡിയോ, ഓൺ ദ മൊബൈൽ ഫോൺ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ മുമ്പിൽ മാത്രമല്ല, ചാനൽസ് ആയിക്കോട്ടെ, അതുപോലെ സോഷ്യൽ മീഡിയാസ് ആയിക്കോട്ടെ, അതിനൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? സെൻറ്റൻസിൽ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഓൺ ദ ടി വി, ഓൺ ദി റേഡിയോ, ഓൺ ദി മൊബൈൽ ഫോൺ, ഓൺ ദ സോഷ്യൽ മീഡിയ. ഇങ്ങനെയാണ് നമ്മൾ ഓൺ എന്നാണ് ഇതിൻ്റെ മുന്നിലൊക്കെ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ഷീ ഈസ് ഓൺ ദ ടി വി റൈറ്റ് നൗ. ഷീ ഈസ് ഓൺ ദ ടി വി റൈറ്റ് നൗ. അപ്പം ഒരു ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ മുമ്പിലായിട്ടും ചാനൽസും സോഷ്യൽ മീഡിയാസും ഒക്കെ പറയുമ്പോഴും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? സെൻറ്റൻസിൽ ഓൺ എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വി യൂസ് ഓൺ to say somebody works outside a building. We use on to say somebody works outside a building. വർക്കിംഗ് പ്ലേസ് ഒരു ക്ലോസ്ഡ് ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്ത്? ഇന്നാണ് ഉപയോഗിക്കുക എന്ന്. കൃഷിയിടങ്ങൾ പോലുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഓൺ എന്ന ടേമാണ് ഉപയോഗിക്കുക. ഒരു ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കും. നേരെ മറിച്ച് കൃഷിയിടങ്ങൾ പോലുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ഉപയോഗിക്കുക? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. നോക്കിയേ. ഓൺ എ ഫാം, ഓൺ എ പ്ലാന്റേഷൻ, ഓൺ ആൻ എസ്റ്റേറ്റ്. ഫാം ആവട്ടെ, പ്ലാന്റേഷൻ ആയിക്കോട്ടെ, എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇതൊന്നും ഒരു ബിൽഡിംഗ് അല്ല, അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്താ ഉപയോഗിച്ചത്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. എക്സാമ്പിൾ നോക്കിയേ. മൈ വൈഫ് വർക്ക്സ് ഓൺ ആൻ എസ്റ്റേറ്റ്. മൈ വൈഫ് വർക്ക്സ് ഓൺ ആൻ എസ്റ്റേറ്റ്. മൈ ബ്രദർ വർക്ക്സ് ഓൺ എ ഫാം.
മൈ ബ്രദർ വർക്ക്സ് ഓൺ എ ഫാം. അതിൽ എസ്റ്റേറ്റ് പറഞ്ഞു, അതുപോലെ ഫാം പറഞ്ഞു. അതിൻ്റെ രണ്ടിൻ്റെയും മുന്നിൽ നമ്മൾ ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ഏതാണ്? ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഓൺ ഈസ് യൂസ്ഡ് വിത്ത് ദ റിവർ ബാങ്ക്സ് ആൻഡ് ലേക്ക്. പുഴയുടെ അല്ലെങ്കിൽ നദിയുടെ അതുമല്ലെങ്കിൽ തടാകത്തിൻ്റെ തീരങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ എന്തുപയോഗിക്കും? ഒരു സെൻറ്റൻസിൽ നമ്മൾ നദീതീരങ്ങളെ പറ്റി പറയാണ് അല്ലെങ്കിൽ തടാകത്തിൻ്റെ തീരത്തുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കുക? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ, ദ കഫേ ഈസ് ഓൺ ദി ലൈക്ക്. ദ കഫേ ഈസ് ഓൺ ദി ലൈക്ക് അല്ലെങ്കിൽ ദ കഫേ ഈസ് ഓൺ ദി റിവർ. ഒരു കഫേ തടാകക്കരയിലാണ്. അപ്പം ആ ഒരു കരയിലുള്ള സംഭവത്തെ, കഫേ തടാകത്തിൻ്റെ കരയിലാണ് എന്ന് പറയാൻ നമ്മൾ എന്തുപയോഗിച്ചു? ആ സെൻറ്റൻസിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ദെൻ നെക്സ്റ്റ്, ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ദ ബിൽഡിംഗ് ഫ്ലോർസ്. അപ്പോൾ ബിൽഡിംഗ് ഫ്ലോർസിലെ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറുകൾ ഉണ്ടാവില്ലേ, ഫ്ലോറുകൾ, അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. ഇപ്പോൾ എന്താ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ, ഇങ്ങനെ ഓരോ ഫ്ലോറുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക? സെൻറ്റൻസിൽ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ഒരു ബിൽഡിങ്ങിനെ ഓരോ ഫ്ലോറുകളെയും പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ, വി സ്റ്റേ ഓൺ ദി സെക്കൻഡ് ഫ്ലോർ. വി സ്റ്റേ ഓൺ ദി സെക്കൻഡ് ഫ്ലോർ. എന്താണ്? സെക്കൻഡ് ഫ്ലോർ എന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട് അവിടെ എന്താണ് വന്നത്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് വന്നത്. ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ പാർട്ട് ഓഫ് ദ ബോഡി. ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ പാർട്ട് ഓഫ് ദ ബോഡി. മനുഷ്യഭാഗങ്ങളെ സൂചിപ്പിക്കാൻ. മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പറയുമ്പോൾ അതിൻ്റെ ഓരോന്നിനെയും സൂചിപ്പിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? പ്രിപ്പോസിഷൻ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ഇപ്പം നമ്മളെ കയ്യിനെ, അതുപോലെ നമ്മളെ ഷോൾഡറിനെ, അങ്ങനെ ഓരോന്നിനെയും എടുത്ത് പറയുമ്പോൾ നമ്മൾ സെൻറ്റൻസിൽ എന്താണ്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കിയേ, I wear a ring on my finger. I wear a ring on my finger. അതിൽ ഫിംഗർ എന്ന മനുഷ്യൻ്റെ ശരീരഭാഗം വന്നു അല്ലേ ആ സെൻറ്റൻസിൽ. അപ്പോൾ അവിടെ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തേ? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. ക്ലിയർ ആയോ? ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ് ഓഫ് സംതിങ്. അവസ്ഥയെ കാണിക്കാൻ. ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ് ഓഫ് സംതിങ്. അവസ്ഥയെ കാണിക്കാൻ നമ്മൾ എന്തുപയോഗിക്കും? സെൻറ്റൻസിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. അതായത് ഇപ്പോൾ ഒരു ഹോട്ടൽ നശിച്ചു, ഒരു ഹോട്ടൽ കത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പൊളിഞ്ഞു വീഴാണ്, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പറയുകയാണെങ്കിൽ, ഒരു ഹോട്ടൽ പെട്ടെന്ന് പൊളിഞ്ഞു വീണു, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പെട്ടെന്ന് നിന്ന് കത്തി, ഒരു ഹോസ്പിറ്റൽ നിന്ന് കത്തി, ഇങ്ങനെയുള്ള അവസ്ഥകളെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ യൂസ് ചെയ്യുക? ആ സെൻറ്റൻസിൽ പ്രിപ്പോസിഷൻ ഓൺ ആണ് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? അവസ്ഥകളെ പറ്റി പറയുമ്പോൾ പ്രിപ്പോസിഷൻ എന്താണ് ഉപയോഗിക്കുക? ഓൺ ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കിയേ, ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ. ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ. ആ ബിൽഡിങ്ങിൻ്റെ അവസ്ഥയെ പറഞ്ഞപ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്തു? ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ്, ഓൺ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ട്രാവൽ ഓൺ ഫുട്ട് ആൻഡ് ടു വീലർ. ഇൻഡിക്കേറ്റ് ട്രാവൽ ഓൺ ഫുട്ട് ആൻഡ് ടു വീലർ. നേരത്തെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പറയുകയാണെങ്കിൽ ഓണാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. കൂടാതെ നടന്നു പോകുന്നതിന് പറയാൻ ഒരു സെൻറ്റൻസിൽ ഒരാൾ നടന്നു പോകുന്നു, ഒരു കുട്ടി അമ്പലത്തിലോട്ട് നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി അവളുടെ വീട്ടിലോട്ട് നടന്നു പോകുന്നു, അങ്ങനെയൊക്കെ ഒരു സെൻറ്റൻസ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ എന്ന പ്രിപ്പോസിഷനാണ്. കൂടാതെ ടു വീലേഴ്സിന്, സൈക്കിൾ ആയിക്കോട്ടെ അതുപോലെ ബൈക്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടു വീലേഴ്സിനെ പറയാണ് സെൻറ്റൻസിൽ എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ? ഓൺ എന്ന പ്രിപ്പോസിഷനാണ്. ക്ലിയർ ആയോ? അവിടെ എന്താണ്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കിയേ, ഐ സോ ഹിം ഓൺ ദി സൈക്കിൾ. ഐ സോ ഹിം ഓൺ ദി സൈക്കിൾ. സൈക്കിൾ എന്താണ്? ഒരു ടു വീലറാണ്.
അതുകൊണ്ട് അവിടെ എന്താ യൂസ് ചെയ്തത്? ഓൺ എന്ന ടേമാണ് യൂസ് ചെയ്തത്. ഹി ഗോസ് ടു കോളേജ് ഓൺ ബൈക്ക്. ഷീ ഗോസ് സ്കൂൾ ഓൺ ഫുട്ട്. അവൾ സ്കൂളിലേക്ക് നടന്നാൽ പോവാറ്. അപ്പോൾ ഫൂട്ട് വന്നപ്പോൾ എന്താണ്? നടന്നു പോകുന്നതിനെ പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിച്ചത്. നേരത്തെ പറഞ്ഞത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് മുന്നിൽ ഓൺ ഉപയോഗിക്കുന്ന. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? നടന്നു പോകുന്നതിനെയും ടു വീലറിൽ പോകുന്നതിനെയും നമ്മളൊരു സെൻറ്റൻസിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഓൺ എന്ന ടേമാണ് ഉപയോഗിക്കുക. ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ്, ടു ഇൻഡിക്കേറ്റ് എ ടോപ്പിക്. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എന്താണ്? ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് പറയാണ്, അല്ലെങ്കിൽ വേൾഡ് വാറിനെ കുറിച്ച് പറയാണ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാണ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കിയേ. I am going to make a speech on global warming. I am going to make a speech on global warming. കണ്ടോ? ഗ്ലോബൽ വാർമിംഗ് എന്നൊരു ടോപ്പിക് അവിടെ വന്നപ്പോൾ അതിന് മുന്നിൽ എന്ത് യൂസ് ചെയ്തു? ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ്, ഷീ റൈറ്റിംഗ് ആൻ എസ്സേ ഓൺ ദ ന്യൂ ഡെവലപ്മെൻറ്റ്. എസ്സേ ഓൺ ദി ന്യൂ ഡെവലപ്മെൻറ്റ്, പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്ന ഒരു ടോപ്പിക് അല്ലേ? ന്യൂ ഡെവലപ്മെൻറ്റ് അതൊരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് എന്താണ്? എസ്സേ എഴുതാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ മുന്നിലും യൂസ് ചെയ്തത് എന്താണ്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ്. ക്ലിയർ ആയില്ലേ? ഒരു ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ ആ സെൻറ്റൻസിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. കൂടാതെ ചില വാക്കുകളുടെ കൂടെ ഇൻസഫറബിളായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഓണിനെ ഉപയോഗിക്കും. മനസ്സിലായോ? ഇതുവരെ നമ്മൾ ഓരോ യൂസിങ്സും പറഞ്ഞു. അത് കൂടാതെ ചില വാക്കുകളുടെ കൂടെ ഇൻസഫറബിൾ ആയിട്ട് നമ്മളെ ഓണിന് നമ്മൾ ഉപയോഗിക്കും. അത് കൺഗ്രാജുലേറ്റ്, ഓക്കെ, കൺഗ്രാജുലേറ്റ്, റിലേ, വർക്ക്. കൺഗ്രാജുലേറ്റ്, റിലേ, വർക്ക്. ഈ 3 വാക്കുകൾ, ഇതല്ലാതെയും വാക്കുകളുണ്ട്. ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന 3 വാക്കുകളെ പറഞ്ഞതാണ്. കൺഗ്രാജുലേറ്റ്, റിലേ, വർക്ക്. ഈ 3ൻ്റെയും കൂടെ നമ്മൾ എന്തുപയോഗിക്കും ആ സെൻറ്റൻസിൽ? ഈ 3 വേർഡ്സ് വന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിൽ എന്തുപയോഗിക്കും? ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കിയേ. ഐ കൺഗ്രാജുലേറ്റ് യു ഓൺ യുവർ പ്രൈസ്. ഐ കൺഗ്രാജുലേറ്റ് യു ഓൺ യുവർ പ്രൈസ്. ഷീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ ഫിലിം. ഷീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ സ്റ്റോറി, അല്ലെങ്കിൽ ഷീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ ഫിലിം. കണ്ടോ? അപ്പോൾ അതെന്താണ്? അവിടെ വർക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തു? ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പം അങ്ങനെ ചില വാക്കുകളുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓണിനെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്? പ്രിപ്പോസിഷൻ എന്ന ടോപ്പിക്കിൽ ഓൺ എന്നതിൻ്റെ യൂസസ് ആണ്. ക്ലിയർ ആയോ? എവിടേക്കാണ് ഓൺ യൂസ് ചെയ്യുക എന്നുള്ളത്? ഓക്കെ. അപ്പോൾ സർഫേസിനെ പറ്റി പറയാൻ, അതുപോലെ തന്നെ എന്താണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയാൻ, ഡേയ്സ് ആൻഡ് ഡേറ്റ്സിനെ കുറിച്ച് പറയാൻ, പിന്നെ മെഷീൻസ്, ഇലക്ട്രോണിക് ഡിവൈസസിനെ കുറിച്ച് പറയാൻ, അതുപോലെ ബോഡി പാർട്സിനെ കുറിച്ച് പറയാൻ, അങ്ങനെ ഒരുപാട് യൂസിങ്സ് നമ്മൾ ഓൺ എന്നതിൻ്റെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഓൺ എന്ന ടോപ്പിക്കും അതിൻ്റെ യൂസിങ്സും പഠിച്ചു. അതിലെന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത പ്രിപ്പോസിഷൻ വേർഡും അതിൻ്റെ യൂസിങ്സും എക്സാമ്പിളായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ.